അടിസ്ഥാനപരമായി ഇന്ത്യ ശീതയുദ്ധ കാലഘട്ടത്തിലൊക്കെ തന്നെ സോവിയറ്റ് റഷ്യയുടെ ചേരിയിൽ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു. ചേരിചേരാൻ നയം ഒക്കെ ആയിരുന്നെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും നമ്മളുടെ എക്കോണമിക്കൽ തോട്ട്സും കാര്യങ്ങളും എല്ലാം അങ്ങനെയായിരുന്നു. നമ്മൾ മെച്ചപ്പെട്ടത് ക്യാപിറ്റലിസ്റ്റിലേക്ക് വന്നതുകൊണ്ടാണ്. തിരിച്ച് ആ ഒരു പോക്ക് തന്നെയാണോ? നോക്കൂ, ചൈനയെ സഖ്യകക്ഷിയാക്കാൻ നോക്കുന്നു, റഷ്യയെ സഖ്യകക്ഷിയാക്കാൻ നോക്കുന്നു. എങ്കിലും ചൈനയാണോ അവസാനം ഇന്ത്യയെ രക്ഷിക്കാൻ പോകുന്നത്? ഇന്ത്യ എന്തായാലും പഴയ രീതിയിലേക്ക് പോകില്ല. ഇന്ത്യ ക്യാപിറ്റലിസത്തിൽ തന്നെയായിരിക്കും നിൽക്കുക. കാരണം സ്ട്രോങ് ക്യാപിറ്റലിസ്റ്റുകൾ ഉള്ളതാണ് ഇന്ത്യയെ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള കാരണം. മിക്സഡ് എക്കോണമി നമ്മൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട സാധനമാണ്. പബ്ലിക് പ്രോപ്പർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ പബ്ലിക് കമ്പനികളാണെങ്കിലും അതും നമുക്ക് പരാജയമാണ് വന്നത്. നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് വമ്പന്മാരായ ക്യാപിറ്റലിസ്റ്റുകളെ കൂടെ നിർത്തുന്നത് കൊണ്ടാണ്, അവർ പ്രോത്സാഹനം കൊടുക്കുന്നതുകൊണ്ടാണ്. അതിൽ ഒരുപാട് എതിർപ്പുണ്ട്, പ്രശ്നമുണ്ട്. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ല വെൽത്തിനെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒത്തിരി പേർക്ക് തൊഴിൽ കിട്ടുന്ന സംരംഭങ്ങൾ അവർ ആരംഭിക്കും. അങ്ങനെ നമുക്ക് കുറെ കൂടെ ബെറ്റർ ആയുള്ള എക്കോണമി ഉണ്ടാവും. ആ എക്കോണമി അങ്ങനെ ബെറ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റേജിൽ നമുക്ക് രണ്ടാമത്തേത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷനുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ മൂന്നാമതെത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പോളിസി മാറ്റം സാധ്യമല്ല. നമ്മൾ ഈ പോളിസിയിൽ തന്നെയായിരിക്കും പോകുന്നത്. പക്ഷേ നമുക്ക് പാർട്ട്നേഴ്സിനെ മാറ്റേണ്ടി വരും. നമ്മൾ ഇത്രയും നാള് ഒരു US ഫോക്കസ്ഡ് ആയിട്ടാണ് നമ്മൾ അധികവും പോയിരുന്നത്. US ആയിരിക്കും നമ്മുടെ ഇനിയുള്ള കാലത്തെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു സൈഡ് ലൈൻ ചെയ്താണ് റഷ്യയെ പോലും കൊണ്ടുപോയത്. റഷ്യ ഒരു പഴയ സുഹൃത്ത് എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി എന്നുള്ളത് കഴിഞ്ഞ് വലിയൊരു റിലേഷൻഷിപ്പ് വെച്ചില്ല. പക്ഷേ ഇപ്പം നമ്മൾ എത്രത്തോളം അമേരിക്കയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു അതിന്റെ ഇരട്ടി ഇമ്പോർട്ടൻസ് ഇപ്പോൾ റഷ്യക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ ചൈനയ്ക്കും ഒരു വെയിറ്റേജ് കൊടുക്കുന്നു. ചൈനയും അമേരിക്കയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, നമുക്ക് നമ്പാൻ കൊള്ളാത്ത ഒരു സുഹൃത്ത് തന്നെയാണ്. എപ്പോഴാണ് ചൈനയുടെ സ്വഭാവം മാറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല.